ഷോർട്സ് പോലെ എങ്ങനെ എടുക്കണം? അല്ല എങ്ങനെ എടുക്കാൻ പറ്റും? ഇങ്ങനെ എടുക്കാൻ പറ്റും. അമ്മ അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പ്രായമായ ഒരു അമ്മമാരൊന്നും ഇതുപോലെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല. എന്തായാലും എല്ലാവർക്കും ചെറുപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചെയ്യാനുള്ള ഒരിതായി. തീർച്ചയായിട്ടും അമ്മ ചെയ്യുന്നത് കാണുമ്പോഴാണ് മറ്റുള്ളവര് നിറയെ ആൾക്കാര് വന്നുകൊണ്ടിരുന്നാണ്. ഇപ്പൊ ആരും വരുന്നില്ല. ഇപ്പൊ കുറെ ബാല്യക്കാരന്മാരാ വന്ധ്യാവുമ്പോണ്ടാവുള്ളൂ. അവരുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടില്ല. അവര് അവിടെ എവിടെയെങ്കിലൊക്കെ വൈകിട്ട് മാത്രമല്ല കാലത്തും വന്ന് ചെയ്യാൻ പറ്റും. ഇതുപോലെ രാവിലെയും വൈകുന്നേരവും ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വ്യായാമം ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. അപ്പോൾ എന്തായാലും അമ്മേൻ്റെ ഈ ചെയ്യുന്നത് കണ്ട് ഞങ്ങൾക്ക് എത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തീർച്ചയായിട്ടും ആത്മധൈര്യത്തോടു കൂടി ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ജില്ലാ പഞ്ചായത്തോ നമ്മുടെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തോ പണ്ട് മുടക്കി ചെയ്തതിന് ഗുണം വന്നല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, വെയിലും മഴയും കൊണ്ട് കിടന്നു ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയില്ല. അപ്പോൾ എന്തായാലും ചെറുപ്പക്കാർക്ക് പോലും അമ്മനെ കണ്ട് പിന്തുടരണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിള്ളേർ പെൺകുട്ടികളൊക്കെ വന്ന് ചെയ്തുകൊണ്ടിരുന്നാണ്. ഇത് കാണുമ്പോഴാണ് എല്ലാവരും വരും. നമുക്ക് ചെയ്യാം. എത്ര നേരം ചെയ്യും? ഒരു 5 മിനിറ്റ് ഒക്കെ കുറെ നേരം ചെയ്യും. ഇതിൽ അപ്പുറത്തപ്പുറം രണ്ടുപേർക്ക് നിൽക്കാൻ തോന്നില്ലേ? അമ്മയോടൊപ്പം കയറി നിൽക്കാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നല്ലൊരു പേര് കിട്ടണം. എന്റെ കെട്ടിയവനെ ലോഡിങ്ങായിരുന്നാണ്. എനിക്കില്ലേ പറയാം, എന്റെ മക്കളൊന്നും നല്ല പേര്. നല്ല സുഖമുണ്ട് അല്ലേ? അതും രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റും. ഇടുപ്പിന് എക്സസൈസ്. പ്രസിഡന്റ് സ്പീഡ് ആവും. നമുക്ക് അടുത്തത് നോക്കാം. എല്ലാവർക്കും എക്സസൈസ് മൊത്തത്തില്. ഞാൻ അതിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി പണിയുണ്ട്. അമ്മ ഇരുന്നിട്ട് ഒരു പാട്ടും ഇതിലെന്നെ ഇരുന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് തന്നെ പാടിയാൽ മതി. ഇതിലെന്നെ ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പലികരി മീൻ്റെ മീനെ പെണ്ണിൻ്റെ കൊട്ടിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. പെണ്ണിൻ്റെ പഞ്ചര പുന്തിരി കട്ടം കലക്കണ കച്ചോടം. പെണ്ണിൻ്റെ പഞ്ചര പുന്തിരി കട്ടം കലക്കണ കച്ചോടം. അന്നത്തെ ചന്തിലെ കച്ചവടം പെണ്ണിൻ്റെ കൊട്ടിൽ മീനാണ്. അന്നത്തെ ചന്തിലെ കച്ചവടം പെണ്ണിൻ്റെ കൊട്ടിൽ മീനാകുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പലികാരി മീൻ്റെ മീനെ പെണ്ണിൻ്റെ കൊട്ടിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്.